ക്രിസ്തുവേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ സ്നേഹിതരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയത്ത് നടന്ന പ്രത്യാശ മഹോത്സവമോ അങ്ങനെ എങ്ങോട്ടോ പേരിൽ നടന്ന ആ മീറ്റിംഗിൽ ബാംഗ്ലൂരിലെ ഒരു സീനിയർ പാസ്റ്ററുടെ മകൻ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ ഏതോ ഒരു വലിയ സഭയുടെ സീനിയർ ശുശ്രൂഷകന്റെ ഭാര്യ അവിടുത്തെ അസോസിയേറ്റ് പാസ്റ്ററുടെ കൂടെ നാടുവിട്ടു എന്നും അയാൾ തിരിച്ചു വന്ന ഘട്ടത്തിൽ ആ സഭ ഭയങ്കരമായി വളർന്നു എന്നും പറഞ്ഞ് തമാശ രൂപത്തിൽ അതിനെ പറഞ്ഞ് സഭയുടെ വളർച്ചയുടെ കാരണം ശുശ്രൂഷകനല്ല എന്നും അത് ദൈവമാണ് വളരുമാറാക്കുന്നത് എന്നും അദ്ദേഹം സ്ഥാപിക്കുവാൻ ശ്രമിച്ചു. അതിനെ പല ആംഗിളുകളിൽ നിന്ന് ആൾക്കാർ വിമർശിക്കുകയുണ്ടായി. എനിക്ക് ആ ഭാഗത്തിൽ വിമർശിക്കുവാൻ തോന്നിയത് മറ്റൊരു ആംഗിളിൽ നിന്നുകൊണ്ടാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ എന്നോട് ആൾക്കാർ ചോദിച്ച ചോദ്യം, ബാംഗ്ലൂരിലെ സീനിയർ പാസ്റ്റർ എന്ന് പറയുന്നത് ഈ പ്രസംഗിച്ചയാളിന്റെ അപ്പനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ ഇത്തരം ഒരു സംഭവം സംഭവിച്ചത് എന്ന നിലയിലൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ താല്പര്യപ്പെടുന്നില്ല. അയാൾ പറഞ്ഞ കാര്യം ഒരു വസ്തുതയാണ്. ബാംഗ്ലൂരിൽ ഒരു ചർച്ചിൽ നടന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ശുശ്രൂഷകന്റെ സഹധർമ്മിണി അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് പാസ്റ്ററുടെ കൂടെ നാടുവിട്ടു. 2-3 ആഴ്ച കഴിഞ്ഞവർ തിരിച്ചു വന്നു. ആ സഭ അവിടുത്തെ വലിയൊരു ചർച്ചാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരം. അത് അദ്ദേഹത്തിന്റെ ചർച്ചിനെ കുറിച്ച് പറഞ്ഞതല്ല, മറ്റൊരു ചർച്ചിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോഴത്തേക്കും മറ്റാരോ അതിനെ പറയുന്നതായിട്ട് ബാംഗ്ലൂരിലുള്ള എല്ലാ പാസ്റ്റർമാരെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒരാളടുത്തൊരു മാനസിക അകൽച്ച തോന്നുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ ഉപദേശത്തിൽ ഒരു പാകപ്പിഴ തോന്നുമ്പോഴോ അദ്ദേഹം ആ ഉദ്ദേശിച്ച സംഭവത്തെ നമ്മൾ സംസാരിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ കിട്ടുന്ന എല്ലാം എടുത്തു വെച്ച് അയാളെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മെനക്കെടുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അയാൾ പറഞ്ഞ ആ കാര്യത്തിൽ വസ്തുതയുണ്ട്. അത് ബാംഗ്ലൂർ എന്ന് മാത്രമല്ല, കേരളത്തിലും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ശുശ്രൂഷകന്മാരും വഴിപിഴച്ച് നടക്കുന്നുണ്ട്. ശുശ്രൂഷകന്മാരുടെ സഹധർമ്മിണിമാർക്കും ഈ അബദ്ധം പറ്റുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾക്കും ഈ വഴിതെറ്റുന്നവരുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും വഴിതെറ്റി നടക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നടക്കുന്നവർ ഉണ്ട്. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ആരും നടക്കാൻ പാടില്ല എന്നൊന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്. എല്ലാ മതങ്ങളിൽ നിൽക്കുന്നത് പോലെയും പെന്തക്കോസ്റ്റ് മാർഗത്തിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിൽ നിൽക്കുന്നവർ 100% എല്ലാവരും പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ആ വചനത്തിൻ പ്രകാരം ജീവിക്കാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം നിശ്ചയമായും സഭകൾക്കകത്തുണ്ട്. ഇത് ഇന്നത്തെ കാര്യമല്ല. ആദ്യ നൂറ്റാണ്ടിലെ ഈ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രസ്ഥാനം തന്നെ മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു കരുത്തനായ ദൈവദാസന്റെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി. അയാൾ ഇന്നും ഇവിടെ ഭയങ്കര ശുശ്രൂഷ നടത്തുകയാണ്. അയാളുടെ കൂടെ കൂടാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി മറ്റു പലതും എനിക്ക് പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഭാഗം, ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഏതോ ഒരു സഹോദരി ഒളിച്ചോടിപ്പോയി തിരിച്ചു വന്ന ശേഷം സഭ വളർന്നു എന്ന് പറയുന്ന ആ മേഖലയല്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് സഭ വളരുമാറാക്കുന്നത് ദൈവദാസനല്ല, ദൈവമാണ്. ഇവിടെയാണ് എൻ്റെ സംശയം നിഴലിക്കുന്ന സ്ഥലം. എൻ്റെ ചിന്താമുകുളത്തിലേക്ക് സംശയത്തിന്റെ കരുനിഴൽ വീണത് ഈ ഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു ഉപദേശിയുടെ സഭാ വളർച്ചയ്ക്ക് പിന്നിൽ കർത്താവ് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴുള്ള അനൗചിത്യം,
കർത്താവ് പറഞ്ഞത് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ സഭയുടെ നാഥൻ കർത്താവാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഓരോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഉപദേശപ്രകാരം ജനത്തിന് ഇഷ്ടമുള്ള ഉപദേശങ്ങൾ നൽകിക്കൊണ്ട്, ജനത്തിന് ഇഷ്ടമുള്ള പാട്ടുകളും മറ്റിതര സംവിധാനങ്ങളും സഭകൾക്കകത്തൊരുക്കിക്കൊണ്ട് ആൾക്കാരെ കൂട്ടുന്നതിനെ നമുക്ക് സഭ എന്ന് വിളിക്കാൻ കഴിയില്ല. ആൾക്കാരുടെ ഒരു കൂട്ടത്തിന് പറയുന്ന പേരല്ല സഭ എന്നത്. എക്ലീസിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഒരു പ്രത്യേക ഉദ്ദേശത്തിലേക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട സമൂഹം എന്നാണ്. അപ്പോൾ ഇവിടെ ഈ സമൂഹത്തിന്റെ തലവനായി നിൽക്കുന്ന ഉപദേശിയും കുടുംബവും തന്നെ ആ പ്രത്യേക ഉദ്ദേശത്തിൽ നിന്ന് പിഴച്ചവരാണെന്ന് വരികിൽ ആ സഭയെ പിന്നെ കർത്താവ് വളർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നുള്ളതാണ് എന്റെ വിനീതമായ ചോദ്യം. ഇവിടെ ഈ സഭയെ വളരുമാറാക്കുന്നത് ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, അത്തരത്തിൽ ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ടുന്ന യോഗ്യത സൂക്ഷിക്കാത്ത ഒരാളുടെ സഭയെ ദൈവം വളർത്തുന്നു എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. മറ്റൊന്ന്, ഗിരിപ്രഭാഷണത്തിനൊടുവിൽ യേശുക്രിസ്തു പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏതവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പോഴേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയുകയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതം ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അവരോട് കർത്താവ് പറയാൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ട് പൊയ്ക്കൊള്ളാൻ കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശുശ്രൂഷകരായ ഒരു വർഗം അവിടെ ഉണ്ടായിരുന്നു. അവരെ കർത്താവ് അറിഞ്ഞിട്ട് പോലുമില്ല. അവർ ചെയ്ത ഒരു പ്രവർത്തികളെയും കർത്താവ് അറിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ശുശ്രൂഷകരാണ് സഭയുടെ ശുശ്രൂഷകരായിട്ടിരിക്കുന്നതെങ്കിൽ അവരുടെ വിശ്വാസികളായിരിക്കുന്നവർക്ക് എങ്ങനെ ആ ശുശ്രൂഷകനേക്കാൾ മേത്തരമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയും? അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ ഇവർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അയാൾ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നതല്ലേ അവർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത്തരത്തിൽ നല്ല ജീവിതം കാണിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാതിരിക്കുന്ന ദൈവദാസൻ ചമഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യന്റെ സഭയിലെ അംഗബലം വർദ്ധിച്ചതുകൊണ്ട് ദൈവത്തിന് എന്താണ് നേട്ടം? അപ്പോൾ ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്കറിയാം. 3 ലേഖനങ്ങൾ, 1, 2 തീമോഥെയോസ്, തീത്തോസ്, ഈ 3 ലേഖനങ്ങളിൽ പൗലോസ് വളരെ ആധികാരികമായി സംസാരിക്കുന്നു. മുഴുവൻ ഭാഗങ്ങളും സംസാരിക്കാൻ ഞാൻ മുതിരുന്നില്ലെന്ന് വരികിലും തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം 5 മുതലുള്ള വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ ക്രേത്തയിൽ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. അപ്പോൾ ശുശ്രൂഷകനായിരിക്കുന്ന തിമോഥെയോസിനോട് പറയാണ്, ഞാൻ നിന്നെ ക്രേത്തയിലാക്കിയച്ചും എന്നത് നിന്റെ ഡ്യൂട്ടി ഓരോ സ്ഥലത്തും ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ശുശ്രൂഷയ്ക്കായി ഈ മൂപ്പന്മാരെ നീ നിയോഗിക്കണം. അങ്ങനെ മൂപ്പൻ കുറഞ്ഞ ആളാണ്, മൂപ്പന്റെയും മുകളിലാണ് ഈ ശുശ്രൂഷകൻ വരുന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഓരോടത്ത് ആക്കി വെക്കുന്ന മൂപ്പനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. ഒരു മൂപ്പനായിരിക്കാൻ കൊടുത്തിരിക്കുന്ന യോഗ്യത ഇതാണ്. അടുത്തു പറയുക, അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകയാൽ അനിമ്യനായിരിക്കണം. തന്നിഷ്ടക്കാരൻ, കണ്ടോ, തോന്യാസക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും മരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രനും പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. എത്ര ഭംഗിയായി!
കാര്യങ്ങളെ പറഞ്ഞ് ഉറപ്പിച്ചു വച്ചിരിക്കുമ്പോൾ ഇവിടെ ഉപദേശി പറയുകയാണ്, ഭാര്യ ഒളിച്ചോടി പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സഭ അനുഗ്രഹിക്കപ്പെട്ടു. ഓർക്കണം, സഭയിലെ മുതിർന്ന ശുശ്രൂഷകന്റെ ഭാര്യ അസോസിയേറ്റ് പാസ്റ്ററുടെ കൂടെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ സഭയുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് ഊഹിക്കത്തക്കതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ തലപ്പത്ത് ഈ ഒരു പരിപാടി നടക്കുമ്പോൾ അതിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നെങ്കിൽ അത് മൗഢ്യമാണ്. അപ്പോൾ ആ സഭയും ദൈവം വളരുമാറാക്കുന്നു എന്നത് തെറ്റിദ്ധാരണ പരത്തലാണ്. അപ്പോൾ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ശുശ്രൂഷകന്റെ ക്വാളിറ്റി തന്നെയാണ്. അയാളെ ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ശുശ്രൂഷകന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും വില കൊടുക്കേണ്ടതുമായ ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട്. അയാളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട്. അയാൾ വീണുപോകാതെ കൃപയിൽ നിൽക്കേണ്ടതിന് വേണ്ടി അയാൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സമ്പൂർണ്ണ ഉത്തരവാദിത്വം ദൈവജനത്തിനുണ്ട്. അയാൾ കൃപയിൽ നിൽക്കുന്നില്ലെന്ന് വരികിൽ അയാൾക്ക് ജനത്തെ കൃപയിൽ നടത്താനാവില്ല. അതുപോലെ തീത്തോസ് തന്നെ 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഇവിടെ ഇദ്ദേഹം പരാമർശിച്ച മെയിൻ പാസ്റ്റർക്കോ അസോസിയേറ്റ് പാസ്റ്റർക്കോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ജനത്തോട് പറയാനുള്ള ഉപദേശം എന്താണ്? അവരുടെ ജീവിതം കൊണ്ട് എന്ത് കാര്യമാണ് അവരുടെ കൂടെയുള്ള വിശ്വാസികൾക്ക് കൊടുക്കാനുള്ളത്? ഇത്തരത്തിൽ കെട്ടഴിഞ്ഞു കിടക്കുന്ന ഈ സമൂഹത്തിന്റെ കാൽക്കീഴിലിരിക്കാൻ ദൈവം ഒരു കൂട്ടം വിശ്വാസികളെ കൂട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കൂടുന്ന ജനവും ഇത്തരം ജനം തന്നെയായിരിക്കും. അടുത്തു പറയുന്ന കേൾക്കൂ. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുവാനും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരുപ്പാൻ കൽപ്പിക്കാം. വഞ്ചിച്ചെടുക്കുന്ന, വിശ്വാസികളുടെ സ്വത്തുവകകൾ അപഹരിക്കുന്ന, വിശ്വാസികളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന, അത് വിശ്വാസികൾ കൊടുത്തില്ലെങ്കിൽ അവരെ ശപിക്കുന്ന ഉപദേശിമാരെയാണ് നമ്മൾ ഇന്ന് തട്ടുകളിൽ കാണുന്നത്. അവരുടെ സഭകൾ ദൈവീകമായി വളരുന്നതാണെന്ന് നിങ്ങൾ ധരിക്കുന്നു എങ്കിൽ അത് മൗഢ്യം മാത്രമാണ്. അടുത്തു പറയുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തും കൊണ്ട്, കണ്ടോ, നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്, കണ്ടോ, വളരെ കൃത്യമായ ഒരു ഉപദേശി എങ്ങനെ ആയിരിക്കണം എന്നതിന് അടിവരയിട്ട് സംസാരിക്കുമ്പോൾ ഇതിന്റെ എല്ലാ സീമകളും തച്ചുടച്ച് കളഞ്ഞ സഭയെ ദൈവം വളർത്തി വലുതാക്കി എന്ന് പ്രത്യാശ ഉത്സവത്തിൽ ഒരാൾ പ്രസംഗിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പോയിന്റ് അവിടെയാണ്. അല്ലാതെ ആരുടെ ഭാര്യ ആരാന്റെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യമല്ല നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത്. നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത് ആ ചർച്ചിന്റെ വളർച്ചയിൽ ദൈവം ഇടപെട്ടു എന്ന് പറയുമ്പോഴാണ്. ഉപദേശി എങ്ങനെ പോയാലും കുഴപ്പമില്ല, ആ സഭയെ ദൈവം വളർത്തിക്കൊടുക്കുമെന്ന് പറയുന്നിടത്താണ് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. അപ്പോൾ ജനക്കൂട്ടമാണ് സഭയുടെ വളർച്ചയെന്ന് നമ്മൾ കരുതരുത്. ഒരു ഉപദേശിക്കുണ്ടായിരിക്കേണ്ടുന്ന എല്ലാ ഉപദേശത്തിന്റെ അതിർവരമ്പങ്ങളും ലംഘിക്കപ്പെട്ട് നടക്കുന്ന സഭകൾ ഇന്നും ദൈവത്താൽ വളർത്തപ്പെടുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ഒരു കൂട്ടം ജനം അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബാംഗ്ലൂരിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇത് കാണാം, ഉലകത്തിൽ എല്ലാ ഇടങ്ങളിലും ഇത് കാണാം. കാരണം ഇവരുടെ PR വർക്കാണ് ഏറ്റവും പ്രധാനം. ഇവരുടെ അഡ്വർടൈസ്മെന്റ് ഭയങ്കരമാണ്. രോഗികളെ തൊടുന്നു, മുഴ മാറിയതായി പറയുന്നു, കാല് വളർന്നതായി പറയുന്നു,
എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആൾക്കാരെ കബളിപ്പിച്ച് ആൾക്കാരെ ഇതിലേക്ക് ആകർഷിച്ച് അതിന്റെ സംവിധാനങ്ങൾ വലിപ്പത്തിലാക്കി കൊടുത്ത് ജനത്തെ കളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കാണുന്നത്. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എത്ര മനോഹരമാണ്. ഇനി 14-15 കൂടി വായിക്കാൻ ആ ഭാഗം ഇട്ടോട്ടെ. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. യേശു നമുക്ക് വേണ്ടി കൊടുത്തത് നമ്മെ വീണ്ടെടുത്ത്, നമ്മെ സകല അധർമ്മങ്ങളിൽ നിന്നും വീണ്ടെടുത്ത്, നമ്മെ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമായി തനിക്ക് തന്നെ ശുദ്ധീകരിക്കുക, സെപ്പറേറ്റ് ചെയ്യുക. അതായിരുന്നു കർത്താവിന്റെ ഉദ്ദേശം. അപ്പോൾ ഉപദേശിക്ക് പാപം ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ, അത്തരത്തിൽ വഴിപിഴച്ച സമൂഹത്തെയും കർത്താവ് വളർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണത്, എന്തൊരു തിന്മയാണത്. ജനത്തിന്റെ കണ്ണിൽ മണലി വിതറുന്നതല്ലേ ഇത്തരം ഉപദേശങ്ങളും തെറ്റിദ്ധാരണകളും ജനത്തിനിടയിൽ പരത്തി കൊടുക്കുന്നത്. വചനം പറയുക, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. എന്താണ് പൂർണ്ണ ഗൗരവത്തോടെ പറയേണ്ടത്? സകല അധർമ്മത്തിൽ നിന്നും കർത്താവ് നമ്മളെ വീണ്ടെടുത്ത് സ്വന്ത ജനമാക്കി, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്ത ജനമാക്കി നമ്മെ സെപ്പറേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഗോഡ്സ് പ്ലാൻ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അക്കാര്യം ജനത്തെ പറഞ്ഞു കൊടുക്കുകയും അതിലേക്ക് ജനത്തെ പ്രബോധിപ്പിക്കുകയും ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പത്രോസ് ലേഖൻ 1-ാം ലേഖനം 5-ാം അധ്യായം കുറിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള, ഉപദേശ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല. കണ്ടോ, ഇവിടെ 8 കോടി കിട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് ഒപ്പിച്ചു കൊടുക്കാമെന്ന് PG വന്ന് പറയുകയാണ്. 8 കോടി എന്തിനാണെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ജനത്തിന് കൂട്ടത്തോടിരിക്കാനാണ് ഈ 8 കോടിയുടെ ആവശ്യം. അത് തന്നില്ലെങ്കിൽ എല്ലാവരുടെയും നന്മ തകർന്നു പോകുമെന്ന് ശപിക്കുന്ന ഒരാളെ ദുരാഗ്രഹി എന്നല്ലാതെ, ദ്രവ്യാഗ്രഹി എന്നല്ലാതെ നമുക്ക് എന്താഗ്രഹി എന്ന് പറയാൻ കഴിയും? അടുത്തു പറയുകയാണ്, ഉന്മേഷത്തോടും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. എന്ന് പറഞ്ഞാൽ ഇടവകകളുടെ മേൽ ഒരു അവരുടെ അധികാരിയായിട്ട് കയറി നിന്നുകൊണ്ടല്ല, അല്ലേ? ഇത് ഓരോ ഉപദേശിമാർ സ്റ്റേജിലേട്ടൊക്കെ വരുന്നത് ആൾക്കാർ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഞാൻ ചർച്ചിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി കയറി വരികയാണ്. ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ, ഞങ്ങളുടെ ചർച്ചിൽ വട്ടമായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. വട്ടമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുത്തി ക്ലാസ് അങ്ങനെ എടുക്കുമ്പോൾ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബൈബിൾ ക്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിങ്ങനെ കയറി വരുമ്പോൾ ഇവരെല്ലാവരും ചാടി എഴുന്നേറ്റു. എല്ലാവരും ചാടി എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഒരു ഷെയിം തോന്നി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇനി മേലിൽ ഈ ഒരു പദ്ധതി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ദൈവസന്നിധിയിൽ വരിക, സ്തോത്രം ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശുശ്രൂഷകൻ ചിലപ്പോൾ 10 മിനിറ്റ്, ഞാൻ നേരത്തെ എത്താറുണ്ട്, ചിലപ്പോൾ 10 മിനിറ്റ് താമസിച്ചെത്തിയാൽ നിങ്ങൾ ഇതുപോലെ ചാടി എഴുന്നേറ്റ് സ്കൂളിലെ പിള്ളേര് അധ്യാപകനോട് ആദരവ് കാണിക്കുന്നത് പോലെ എന്നോട് ഒരുപാട് ആദരവ് കാണിക്കണ്ട. നിങ്ങൾ അത്തരത്തിൽ എനിക്കിങ്ങനെ കൂടുതൽ ആദരവ് തരുന്നത് ചിലപ്പോൾ ദൈവത്തെ അനാദരിക്കുന്നതിന് തുല്യമായി മാറും. അതുകൊണ്ട് എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം ഞാനത് സ്വീകരിച്ചു തുടങ്ങിയാൽ കുറേ ദിവസം കഴിയുമ്പോൾ എനിക്കിത് ക്രൈസാവും. ഞാൻ മനുഷ്യനാണ്, ഞാൻ ജഡത്തിൽ വസിക്കുന്നവനാണ്. അപ്പോൾ എവരിത് കാണിക്കുന്നതാണുമ്പോൾ പിന്നെ എനിക്കിത് ക്രൈസാവും. സുരേഷ് ഗോപിയൊക്കെ പോലീസുകാരോട് സെല്യൂട്ട് തരൂ എന്ന് ചോദിച്ച് മേടിക്കുന്നത് പോലെ കുറെ കാലം കഴിയുമ്പോൾ എന്റെ വിശ്വാസികളോട് ഞാൻ കയറി വരുമ്പോൾ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്ന തലത്തിലേക്ക് ഞാൻ തരം താഴും. അപ്പോൾ അത് നടക്കാതിരിക്കാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു ശവമടക്കിന് പോയി നിൽക്കുകയാണ്. അപ്പോൾ അടക്കത്തിന്റെ സമയം കഴിഞ്ഞു, എന്നിട്ടും ബ്രദറന്മാരിങ്ങനെ പ്രസംഗം നീട്ടി കൊണ്ടുപോവുകയാണ്. കുറെ കഴിഞ്ഞിട്ടും ഇവർ ബോഡി എടുക്കുന്നില്ല. ഞാൻ വിചാരിച്ചത് എന്താണ് എടുക്കാത്തത്. കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നതിന്റെ പകുതിയിൽ ഒരു പാട്ട് പാടാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തു.
അപ്പോൾ എല്ലാവരും പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ തന്നെ പറഞ്ഞു, എല്ലാവരും ഈ പാട്ട് പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. വേറൊരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. ജോൺ താരുവും അയാളുടെ കുടുംബവും അതിനോട് കൂടെ ഒരു 3-4 കിങ്കരന്മാരും എല്ലാവരും കൂടി ഇങ്ങനെ എഴുന്നള്ളത്ത് പോലെ വരികയാണ്. ഇതൊരു പരിപാടിയാണ് ഇവന്മാര് കാണിക്കുന്നത്. ഒരു മരണ വീട്ടിലെ പരിപാടിയാണെന്ന് അറിയണം. അതെന്നെ വളരെ എനിക്ക് ലജ്ജ തോന്നി. ഇവന്മാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഡിസ്കഷന് വേണ്ടി ഞാൻ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു വീട്ടിലിരിക്കുകയാണ്. മറ്റ് 4-5 പേര് ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുത്തൻ കൂടി വരേണ്ടതുണ്ട്. അവനൊരു പാസ്റ്ററാണ്. അപ്പോൾ അവരൊരു ഇന്നോവയിൽ ഇങ്ങോട്ട് വന്നു, വണ്ടി കൊണ്ട് റോഡിലേക്ക് നിർത്തി. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോഴേക്ക് ഡ്രൈവർ പ്രതിയെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ചാടിയിറങ്ങി. ഇപ്പുറത്ത് വന്നിട്ട് ഈ കൊട ഇയാൾക്ക് ചൂടിക്കൊടുത്തു. ഇയാൾ പതിയെ ഇറങ്ങിയിട്ട് നടന്നു വന്ന് ഇതിനകത്തേക്ക് കയറി. അപ്പൊ ഞാന് കൊണ്ട് നിർത്തിയപ്പോ വാസ്തവത്തിൽ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഇത് കണ്ടപ്പോ എനിക്ക് നാണക്കേട് തോന്നി. ഞാൻ അവനോട് ചോദിച്ചുടാ, നിനക്ക് നാണക്കേടില്ലേ എന്ന് പറഞ്ഞാൽ ജനത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ ലജ്ജയില്ലേ? അതും ഒരു ശുശ്രൂഷകനാണെന്നറിയണം. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടുന്നത് ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തി നമ്മൾ കർത്താവ് ചമയാൻ നിൽക്കരുത്. ഇത് സഭയുടെ കാര്യം മാത്രമല്ല. ഇന്നാളൊരു ഉസ്താദ് പറയുന്ന കേട്ടു, എന്നെ ആരും തൊടാൻ നിൽക്കരുത്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്, ഭയങ്കര സംഭവമാണ്, ഞാൻ ഇറങ്ങി കാറിൽ കയറുന്നവരെ സംഘാടകർ എന്നെ സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുന്ന കേട്ടു. ഇങ്ങനെയുള്ള കുറെ വേട്ടാവാളിയന്മാര് എല്ലാത്തിനകത്തുമുണ്ട്. അത് മറ്റുള്ളവരെ കൂടി പറയിക്കാൻ വേണ്ടിയാണ് ഇവന്മാര് കാണിക്കുന്നത്. യവന്മാര് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി എടുക്കുന്നതാണ്. എല്ലാവരും ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരിങ്ങനെ വന്ന് സ്റ്റേജിലേക്ക് കയറുക. ഇതെല്ലാം യവന്മാരുടെ പടമാണ്, യവന്മാരുടെ അഭിനയമാണ്. ഇതിനകത്തൊന്നും ഒരു ചുക്കുമില്ല. ദൈവമക്കൾ ഇവനെ ഒന്നും മൈൻഡ് ചെയ്യരുതെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. യഹോവ ഭക്തന്മാരെ ആദരിക്കണം. അപ്പോൾ തന്നെ വഷളനെ നിന്ദ്യനായി എണ്ണാനും ദൈവജനം തയ്യാറായിരിക്കണം. ദൈവജനം അതിനെ അറിഞ്ഞിരിക്കണം. ആരും നിങ്ങളെ കൊള്ളയടിക്കാൻ നിന്നു കൊടുക്കരുത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇടവകകളുടെ മേൽ കർത്തൃത്വം